ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെൻ്റെ ഗ്ലാസ് ഒന്നും കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ചിക്കി മുമ്പിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സൂവിൽ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏരിയൽ. ചിക്കി ചിക്കി എന്ത് കാണാൻ പോവാ? ചിക്കി ഇഷ്ടപ്പെട്ടോ? ഇരിക്കുവാണോ? അല്ല, അവിടെ വേറെയുണ്ട്. ഭക്ഷണം കഴിക്കുക. ചിക്കി അതെന്നമ്മ ഒരു ഹായ് ഒട്ടൻ ഹായ്. ഇറങ്ങാനൊക്കത്തില്ല. സാർ ഒന്നും കൂടി ഒന്ന് പറക്കാമോ? അവിടെ വരെ ഒന്ന് പറഞ്ഞു. കണ്ടോ, പറഞ്ഞോനനുസരിക്കും. ട്രിവാൻഡ്രത്തുള്ളവർ വെറുതെ ജിമ്മിൽ പോയി പൈസ കളയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് എന്താ പറയുക, എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൂവിൻ്റെ അങ്ങോട്ടേക്ക് വരിക, നടക്കുക. നന്നായിട്ട് നമുക്ക് എന്താ പറയുക, അത് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് നമ്മുടെ എനർജി എന്താ പറയുക ഇതുവഴി ഒരുപാട് പോകും.
നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ശല്യപ്പെടുത്തി നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. പല മൃഗങ്ങളുടെ അവസ്ഥ ഇതാണിപ്പോൾ. ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുമല്ലായിരുന്നു, പക്ഷെ അവരെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ശൂശുക്കാക്കി കൂന്നൊക്കെ വിളിക്കുന്നുണ്ട്. പാവകൾ കിടന്നുറങ്ങട്ടെ, അവരങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് പോവാം. അല്ലാതെ ശല്യപ്പെടുത്തി ആസ്വദിക്കുന്നത് അത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ തോന്നി ഞാനത് പറഞ്ഞു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മനസ്സിനത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ? ഒബ്വിയസ്ലി അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവരെങ്ങനെയാണോ ആ രീതിയിൽ അവരെ കണ്ട് ആസ്വദിച്ച് പോകാൻ ശ്രമിക്കാം. എനിവേ, എത്ര കിലോമീറ്റർ നടന്നു? എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. എന്തൊക്കെയോ പുതിയ കാര്യങ്ങളൊക്കെ വരാനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരത്തെ, ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിനൊക്കെ മേളിലായി. പക്ഷെ അതിനൊക്കെ കൂടുതൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ആ ചീങ്കണ്ണിയുടെ അവിടെയൊക്കെ ഒരുപാട് ഒരു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാക്കി, നല്ല രസമുണ്ട്. എനിവേസ്, മൊത്തത്തിൽ സൂ കാണാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തള്ളവൈബൊന്നും നിങ്ങൾ തന്നെ പറഞ്ഞേക്കരുത്. എനിക്ക് നല്ലൊരു എക്സസൈസായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. പക്ഷേ ചിക്കിക്കാണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അവൾ ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട്. സൺകിസ്റ്റ് എന്നിട്ട് UNG അല്ല, താഴെ ഇറങ്ങി നടന്നാൽ പോരാ. എത്ര കിലോമീറ്റർ നടന്നു ഒരു പിടുത്തമല്ല. ഞാൻ അടയ്ക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ആരെയാണോ എന്തോ കണി കണ്ടത് അറിയില്ല, പക്ഷേ ഒരു മാസം തിന്ന ഭക്ഷണമൊക്കെ പെട്ടെന്ന് തന്നെ ദഹിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി നടക്കാം ഗൈസ്, ഇനിയുണ്ട്. ഗൈസ്, ജനിക്കുവാണെങ്കിൽ ഇതേ കാട്ടുപോത്തിനെ പോലെ ജനിക്കണം. എന്താ ഒരു ഇടുപ്പ്, എന്താ ഒരു ഭംഗി, കണ്ണ് നിൽക്കാൻ തോന്നും. ഹൈന ഹൈന കഴുതപ്പുലി ഹൈന ഹൈന എല്ലാവരും നല്ല സൂപ്പർ ഉറക്കത്തിലാണ് ഗൈസ്. ഒരു രക്ഷയില്ല. കുറ്റം പറയുമ്പല്ല, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ നമ്മൾ കിടന്ന് ഉറങ്ങും, സ്വാഭാവികം. പിന്നെ തിരിച്ചു കിടക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത്ര അടിപൊളി ലക്ഷറി ആയിട്ടുള്ളൊരു കൂട് കിട്ടിയിട്ട് ആശാൻ അവിടെ ഒരു മൂലയ്ക്ക് പറ്റി പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. സൂ ഒക്കെ കാണണമെന്ന് പറഞ്ഞാൽ വന്ന ആൾ ഇവിടെ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ബാക്കി കാണാൻ നിൽക്കുന്നില്ല. നമുക്കിനി എക്സിറ്റ് അടിച്ച് നേരെ വീട്ടിൽ പോവാം. ജീസസ്, ഹലോ ഹലോ പറയേണ്ട ആൾ കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ ഒരാളിങ്ങനെ ഫീൽ വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ടൈമിങ്. നമ്മുടെ അടുത്ത് കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അവളപ്പോൾ ഉറങ്ങിയത് കൊണ്ട് നമ്മളിനി ഒരുപാട് അങ്ങനെ നിൽക്കുന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.
അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, ജസ്റ്റ് ഒരു ഡേ ഔട്ടിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.